ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്ട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വിനായക ചതുർത്ഥി, അതുപോലെ തന്നെ നവരാത്രിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇന്ന് 4-ാം ദിവസം നവരാത്രി. എല്ലാവർക്കും നവരാത്രി ആശംസകൾ നേരുന്നു, വിനായക ചതുർത്ഥി ആശംസകൾ നേരുന്നു. അപ്പോൾ എന്തായാലും ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ആദ്യ രാവിലത്തെ അതിൽ തന്നെ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് വിനായക ചതുർത്ഥിയോടനുബന്ധിച്ചിട്ട് നിങ്ങൾക്കൊരു കൊച്ചു സന്ദേശം ആദ്യം തന്നെ തരാം. അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഈ റിച്വൽസും അത് മറ്റു കാര്യങ്ങളും പറയാം, എന്തൊക്കെ കാര്യങ്ങൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾക്കുള്ള സന്ദേശം എന്ന് പറയുന്നത്, ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന സമയമാണ്. വിനായക ചതുർത്ഥിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എന്തെങ്കിലും തടസ്സങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം നാളികേരം ഉടയ്ക്കുക. രാവിലെ പറ്റുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോവുക. ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് നാളികേരം ഉടയ്ക്കുന്നത് നിങ്ങൾക്ക് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. അതായത് തീരുമാനങ്ങൾ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അതായത് 2 കാര്യങ്ങൾ അല്ലെങ്കിൽ 2-3 കാര്യങ്ങളുണ്ട്. അതിൽ എന്താണ് എന്നുള്ളതിൽ നിങ്ങൾക്കൊരു ഉറപ്പില്ല, തീരുമാനമെടുക്കാൻ ഉറപ്പില്ലാത്ത ഒരു സാഹചര്യമാണ് എങ്കിൽ ആ ഒരു തീരുമാനം എക്സാക്ട്ലി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, വളരെയധികം ശക്തമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്ന ഒരു സമയമാണ്. ഇപ്പൊ ചിന്തിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വളരെ ലോങ് ടേമിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്താണോ ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാനായിട്ട് സഹായിക്കും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ജോലി സംബന്ധമായിട്ടും വിദ്യാഭ്യാസ സംബന്ധമായിട്ടും വലിയ മാറ്റം വരുന്ന സമയമാണ്. ചതുർത്ഥിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പുതിയൊരു തുടക്കമാണ്. അപ്പോൾ വിദ്യാഭ്യാസം ചിലപ്പോൾ മറ്റൊരു വഴിത്തിരിവിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പലതരത്തിലാവാം. ഒരുപക്ഷെ വിദേശത്ത് വിദ്യാഭ്യാസത്തിന് പോകുന്നതാവാം, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്നതിൽ നിന്ന് മാറി മറ്റൊന്നിലേക്കാവാം. വലിയൊരു മേജർ ചേഞ്ചാണ് ജോലി സംബന്ധമായിട്ടും കാണുന്നത്. അപ്പോൾ കെയർഫുൾ ആയിട്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടുന്ന സമയമാണ് ഇത് എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് വിനായക ചതുർത്ഥിയുമായിട്ട് ബന്ധപ്പെടുത്തിയതല്ലാതെ ഇനി നമുക്ക് ദേവി, അതായത് ഇന്നേ ദിവസം നമ്മൾ നവരാത്രിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ, നവരാത്രി ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ നമ്മൾ സരസ്വതി ദേവിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നവരാത്രിയുടെ അല്ലെങ്കിൽ പൂജവെപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ വിജയദശമി, മഹാനവമി എന്നൊക്കെ ആ ഒരു 3-4 ദിവസത്തെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ കേരളത്തിൽ ആചരിക്കുന്നത്. സരസ്വതി ദേവിക്ക് വിദ്യ ദേവിയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വിദ്യ, തൊഴിൽ, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങൾ പൂജയ്ക്ക് വയ്ക്കുക പോലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ കാണുന്നത്. നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലൊക്കെ കേരളത്തിന്റെ അപ്പുറത്തേക്ക് നവരാത്രി വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ 9 ദിവസം ദുർഗാദേവിയുടെ 9 അവതാരങ്ങളായിട്ടാണ് അവരെ കരുതുന്നത്. അപ്പോൾ ഇന്ന് 4-ാമത്തെ ദിവസം കുഷ്മാണ്ഡ ദേവിയാണ് ഈ ഒരു ദിവസത്തിൽ ആരാധിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസത്തിലും ഓരോ ദേവിയും ആ ദേവിക്ക് പ്രത്യേകതകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ആരാധിക്കുന്ന ദേവി സന്തോഷം അല്ലെങ്കിൽ സമൃദ്ധി ജീവിതത്തിലേക്ക് കൊണ്ടുതരുന്നതും, അതേപോലെ തന്നെ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്, ജീവിതത്തിൽ സന്തോഷം എന്തെന്നറിയാത്തവർക്ക്, ഒരു സമൃദ്ധി ഐശ്വര്യവും ജീവിതത്തിൽ ഇല്ലാത്തവർക്കൊക്കെ ഇന്നേ ദിവസം ദേവിയെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ജീവിതത്തിലേക്ക് സന്തോഷവും സമൃദ്ധിയും, അതായത് അസുഖങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നവർക്ക് ഒക്കെ, പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായിട്ടുള്ളത് ഒക്കെ അസുഖങ്ങളുള്ളവരെ സംബന്ധിച്ച് വളരെ ഭക്തിപൂർവ്വം ദേവിയെ മനസ്സിൽ ധ്യാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാനൊരു മന്ത്രം പറയാം. അതായത് ഓം ദേവി കുഷ്മാണ്ഡായ നമ എന്ന് പറയുന്ന മന്ത്രമാണ്. ഈ ഒരു മന്ത്രം 108 തവണ ഇന്നേ ദിവസം ജപിക്കാവുന്നതാണ്. വിളക്ക് കത്തിച്ചു വെക്കുക. അതായത് നെയ് വിളക്ക് കത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നെയ് വിളക്ക് കത്തിക്കുക. അല്ലാത്തവർ വിഷമിക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. ഇനി നെയ്യില്ല വെച്ചിട്ട് നിങ്ങൾ ദിവസം വിളക്ക് കത്തിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വിളക്ക് കത്തിക്കുക എന്നുള്ളത്
ദേവിയെ പ്രത്യേകം ആരാധിക്കുന്നത്. അത് ഇനി മറ്റു മതത്തിൽപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു ദിവസം എന്ന് പറയുമ്പോൾ നമ്മളൊരു ഓരോ മതം അല്ലെങ്കിൽ ഒരു ജാതി അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്നുള്ള രീതിയിലേക്ക് ഇതിനെ കാണാതിരിക്കുന്നു. ഒരു ഊർജമായിട്ട് ഓരോ ദിവസത്തിനും ആ ദിവസത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക ഊർജം നമ്മളിലേക്ക് വരുന്നുണ്ട്. അതായത് ഓരോ സമയം നമ്മൾ അസ്ട്രോളജി ബേസിസിൽ പറയുകയാണെങ്കിൽ ഗ്രഹങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഓറഞ്ച് കളർ ഉപയോഗിക്കുന്നത്, അതായത് ഓറഞ്ച് കളറാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയത്. ഓറഞ്ച് കളർ എന്തെങ്കിലും കയ്യിൽ ഈ ഒരു ദിവസം മുഴുവൻ കയ്യിൽ വയ്ക്കുന്നത് ഈ പറഞ്ഞ പോലെ നല്ലൊരു സന്തോഷവും സമൃദ്ധിയും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. അപ്പോൾ ഇനി നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളല്ല മറ്റു മതത്തിൽപ്പെട്ട ആളുകളാണ് എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്നത് വളരെ പ്രയോജനം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.